ചില സന്യാസിമാർ ഒരു വടിയും, വടി മുളയാണ്, അതിനറ്റത്ത് ഒരു തുണിയിൽ എന്തോ കെട്ടിക്കൊണ്ട് സഞ്ചരിക്കുന്നത് കാണാം. എന്തിനാണ് ഈ വടി? തുണിയിൽ എന്താണ് ഈ കെട്ടി വെച്ചിരിക്കുന്നത്? ശങ്കരാചാര്യരുടെ ചിത്രങ്ങളിലും ഈ വടി കാണാം. എന്നാൽ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ, മാസിക എന്നിവയിലുള്ള ശങ്കരാചാര്യരുടെ ചിത്രങ്ങളിൽ ഈ വടി കാണുന്നില്ല. അതെന്താണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത് കേവലം ഒരു വടിയുടെ വിഷയമല്ല. ഇത് ദാർശനികമായ ഒട്ടനവധി ചർച്ചകളിലേക്ക് പോകാൻ സാഹചര്യമൊരുക്കുന്ന ഒരു ചോദ്യമാണിത്. എന്തു തന്നെ ആയാലും ഇതിന് ചിദാനന്ദപുരി സ്വാമി മറുപടി പറഞ്ഞാൽ അതിന് വിസമ്മതിയും വിവാദവും ഉണ്ടാവും എന്നുള്ളതിലും സന്ദേഹമൊന്നുമില്ല. ആർക്ക് വിസമ്മതി ഉണ്ടായാലും വിവാദം ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ അറിവ് നമ്മൾ പങ്കുവയ്ക്കും. ഇത് അന്തിമമാണെന്നോ ഇതേ ശരിയുള്ളൂ എന്നോ പറയുന്നില്ല. ഇത് തെറ്റെന്നും പറഞ്ഞേക്കരുത്. ഇവിടെ കുടീചക ബഹൂദക ഹംസ പരമഹംസ ഭേദത്തിൽ സന്യാസിമാർ 4 പ്രകാരത്തിലുണ്ട്. അതിൽ പരമഹംസ ദീക്ഷാ സന്ദർഭത്തിൽ അവനവൻ്റെ ശിഖ, യജ്ഞോപവീതം എന്നിവ മന്ത്രപൂർവം ഉപേക്ഷിക്കും. ഒഴുകുന്ന ജലത്തിൽ ഉപേക്ഷിക്കും. ശിഖ ഗുരുനാഥൻ തന്നെയാണ് ഉത്പാദനം ചെയ്തു തരിക. അതുപോലെ യജ്ഞോപവീതം, അതോടൊപ്പം താൻ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ ഗ്രഹിച്ച ദണ്ഡവും ഉപേക്ഷിക്കും. അഥവാ ഹംസദീക്ഷയിൽ സ്വീകരിച്ച ദണ്ഡവും ഉപേക്ഷിക്കും. അതുകൊണ്ട് പരമഹംസ സന്യാസിമാരുടെ കൈവശം ദണ്ഡം ഉണ്ടാവില്ല. ഇത് പറയുന്ന സമയത്ത് മറ്റൊന്ന് മനസ്സിലാക്കണം. ഈ സന്യാസ പരമ്പരകൾ ആയിരക്കണക്കിനുണ്ട്. ആയിരക്കണക്കിന്. അതിൽ തന്നെ ദ്വൈത, വിശിഷ്ടദ്വൈത, അദ്വൈത പക്ഷത്തെ പിൻപറ്റുന്നവർ, ശൈവ, വൈഷ്ണവ, ശാക്തേയാദി പക്ഷങ്ങളെ പിൻപറ്റുന്നവർ ഒക്കെയുണ്ട്. അനേകം. ഇനി താന്ത്രികമായ പദ്ധതിയിലൂടെ, ശൈവ താന്ത്രിക പദ്ധതിയിലൂടെ പോകുന്നവരുണ്ട്. അങ്ങനെ വിവിധ തരം സന്യാസിമാരുണ്ട്. അപ്പം അത്തരം സന്യാസ പരമ്പരകളിൽ വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങളും വിധാനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും അനുഷ്ഠാനത്തെയോ വിധാനത്തെയോ മറ്റൊരു ദൃഷ്ടിയിൽ തെറ്റാണെന്ന് പറയാൻ പാടില്ല. അപ്പം നമ്മളിവിടെ പറഞ്ഞത് കേട്ടിട്ട് മറ്റൊരു വിധാനത്തെയോ അല്ലെങ്കിൽ പരമ്പരയുടെ വിശേഷങ്ങളെയോ തെറ്റെന്നാരും പറയാൻ പാടില്ല. കാരണം വ്യത്യസ്ത പരമ്പരകളുണ്ട്, വ്യത്യസ്ത വിധാനങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ദണ്ട് പിടിച്ച് നടക്കുന്നവരുണ്ട്, ദണ്ടില്ലാതെ നടക്കുന്നവരുണ്ട്. ഏതായാലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ശങ്കര ദശനാമി പരമ്പരയിൽ പരമഹംസ ദീക്ഷാ സന്ദർഭത്തിൽ ദണ്ട് ഉപേക്ഷിക്കും. മറ്റ് 100 കണക്കിന് സന്യാസ വിധാനങ്ങളിൽ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം പല തരത്തിലുള്ളതുണ്ട്. ഇനി ശങ്കര പരമ്പരയെ അനുവർത്തിക്കുന്നവരിൽ തന്നെ ഇങ്ങനെ ദണ്ട് ഉപേക്ഷിക്കാത്ത ദണ്ഡി സ്വാമിമാരുണ്ട്. അത് പരമഹംസ ദീക്ഷയാണോ അല്ല ഹംസദീക്ഷയല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. വളരെ ചിന്തിക്കേണ്ടതാണ്. ഏതായാലും ഈ ദണ്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ
ദണ്ഡിൻ്റെ അഗ്രഭാഗത്ത് അവരുടെ യജ്ഞോപവീതം ഒരു തുണിയിൽ നിബന്ധിച്ച് കെട്ടുകയാണ് ചെയ്യുക. അവിടെ യജ്ഞോപവീതത്തെ ഉപേക്ഷിക്കുകയല്ല, അതിനെ തുണിയിലാക്കിയിട്ട് കെട്ടും. അങ്ങനെയുള്ള ദണ്ഡം ധരിച്ചിരിക്കുന്നവർ, ദണ്ഡിസ്വാമിമാർ, ഈ ദണ്ഡത്തെ സാക്ഷിയാക്കിയിട്ടാണ് പൂജകൾ ചെയ്യുന്നത്. അവർ പൂജകൾ ചെയ്യും, ക്രിയകളെ ചെയ്യും. ആ ചെയ്യുന്നതിനൊക്കെയും ദണ്ഡം സാക്ഷിയായിരിക്കും. ആ ദണ്ഡത്തെ സാക്ഷിയാക്കിയിട്ട് എല്ലാ കർമ്മങ്ങളും, അവരെല്ലാ അനുഷ്ഠാനങ്ങളിലും ദണ്ഡത്തിന് വിശേഷമുണ്ട്. അവർ ദേവതാവന്ദനം ചെയ്യുകയാണെങ്കിൽ അതും ഈ ദണ്ഡത്തെ മുൻനിർത്തിയിട്ട് ദണ്ഡം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ദണ്ഡത്തെ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാത്തരം ക്രിയകളും അവർ ദണ്ഡം സാക്ഷിയാക്കി ചെയ്യുന്നു. അത് ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് ആദ്യ ഭാഗം. അപ്പോൾ തുണി എന്തിനാണ് വടി എന്ന് ചോദിച്ചാൽ അതൊരു ചിഹ്നമായിട്ടാണ് ജ്ഞാനത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, ഏകാകിത്വത്തിൻ്റെ എല്ലാം ചിഹ്നമായിട്ട് ദണ്ഡം ഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പരമാംസ ദീക്ഷയിൽ ദണ്ഡത്തെ ഉപേക്ഷിക്കുന്നുമുണ്ട്. ഇനിയാണ് ഈ വിവാദ സാധ്യതയുള്ള വിഷയത്തിലേക്ക് വരുന്നത്. ഇത്രയും പറഞ്ഞതിൽ ആർക്കും വിസമ്മതി ഉണ്ടാവില്ല. ഇനിയാണ് ചോദ്യത്തിന് അടുത്ത ഭാഗം. ശങ്കരാചാര്യരുടെ ചിത്രങ്ങളിലും ഈ വടി കാണാം. തീർച്ചയായിട്ടും കാണാം. എന്നാൽ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ, മാസിക എന്നിവയിലുള്ള ശങ്കരാചാര്യരുടെ ചിത്രങ്ങളിൽ ഈ വടി കാണുന്നില്ല. അതെന്താണ്? കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതിൽ മാത്രമല്ല, അല്ലാതെയും ധാരാളം വടി കാണാത്തിടങ്ങളുണ്ട്. ഈ അദ്വൈതാശ്രമം സത്സംഗം മാസിക എന്ന് പ്രതിപാദനം ചെയ്തതുകൊണ്ട് പറയട്ടെ, ഈ കഴിഞ്ഞ മെയ് മാസം ഇവിടെ നിന്ന് ഇറക്കിയ മാസിക നോക്കുക. അത് വെറുതെ നോക്കിയാൽ കാണില്ല, ചില്ലാനം കൊടുത്ത് മേടിച്ച് നോക്കിയാലേ കാണുള്ളൂ. അതിൻ്റെ മുഖചിത്രം നോക്കുക. അതിൽ ശങ്കരാചാര്യരുടെ ചിത്രമാണ്. അത് ചിത്രമല്ല, അത് ഫോട്ടോ ആണ്. എന്തിൻ്റെ ഫോട്ടോ ആണ്? ഋഷികേശ് ശിവാനന്ദ ആശ്രമത്തിൽ പ്രതിഷ്ഠിതമായ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിഷ്ഠയാണ്. സർവശാസ്ത്ര പാരംഗതനായിരുന്ന ഋഷികേശ് കൈലാസാശ്രമം 10ാമത്തെ മഹാമണ്ഡലേശ്വർ, ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമിജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇത്രയും പറഞ്ഞാൽ അവരൊന്നും തെറ്റായ ഒന്നിന് കൂട്ടുനിൽക്കില്ല എന്നുള്ളത് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അതുപോലെ ഭാരതത്തിൽ ഏറ്റവും അധികം ശങ്കര ഭാഷ്യങ്ങളെയും ഗ്രന്ഥാവലികളെയും പ്രസിദ്ധീകരിക്കുന്ന ഒന്ന് മഹേശാനന്ദഗിരി സ്വാമികളുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ്. ദക്ഷിണാമൂർത്തി മഠത്തിൽ നിന്നും മറ്റുമാണ് ഏറ്റവും അധികം ഗ്രന്ഥങ്ങൾ, ശങ്കര സാഹിത്യം പ്രചരിതമായിട്ടുള്ളത്. അപ്പം അതിൽ മഹേശാനന്ദഗിരി സ്വാമികളും ശിഷ്യന്മാരും ആരും തന്നെ ദണ്ഡം ഇല്ലാത്ത ചിത്രമാണ് ഉപയോഗിക്കുക. ചിന്മയ മിഷൻ, ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിൽ നിന്നൊക്കെ ധാരാളം ശങ്കരാചാര്യൻ്റെ ചിത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഒറ്റയൊന്നിൽ പോലും ദണ്ഡമില്ല. ശരി, വിഷയത്തിലേക്ക് വരാം. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് ധാരാളം ചിത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഒന്നിലും ദണ്ഡം ഇല്ല. അപ്പം എന്തുകൊണ്ട് ദണ്ഡമില്ല? ദണ്ഡം ശങ്കരാചാര്യർക്ക് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതൊരു വിശ്വാസമല്ലേ? ഇതെല്ലാം വിശ്വാസമല്ലേ? ദണ്ഡം ഉണ്ടാവും എന്നുള്ള വിശ്വാസമല്ലേ? അല്ലല്ലോ സ്വാമി, നമ്മൾ കാണുന്ന ശങ്കരാചാര്യന്മാർക്കൊക്കെ ദണ്ഡമുണ്ടല്ലോ. അതെല്ലാം മഠാധിപതി ശങ്കരാചാര്യന്മാരാണ്. ആദി ശങ്കരാചാര്യർ മഠാധിപതി ആയിരുന്നില്ല. അപ്പം മഠാധിപത്യത്തിൻ്റെ ലക്ഷണമായിട്ട് ആദി ശങ്കരാചാര്യർക്ക് ദണ്ഡം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ മാന്യത. രണ്ടാമതായിട്ട്, ഞാൻ പൂർവാശ്രമത്തിൽ ബ്രാഹ്മണനായിരുന്നു എന്ന അഭിമാനം ശങ്കരാചാര്യസ്വാമികൾക്ക് നീങ്ങിയിട്ടില്ല എന്ന് ശങ്കരാചാര്യർ പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. മൂന്നാമതായിട്ട്, പരമഹംസ പരിവ്രാജകനായിട്ടില്ല ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ സാധ്യമല്ല.
അതുകൊണ്ട് ഇവിടുന്ന് പ്രസിദ്ധീകരിക്കുന്ന ചിത്രങ്ങളിൽ ദണ്ഡമില്ല. ഇത് പറയുന്ന സമയത്ത് നിങ്ങളുമായിട്ടൊരു ആശയം പങ്കുവയ്ക്കാൻ നമുക്കൊരു മടിയുമില്ല. ഇതൊന്നും പൊതുവേദികളിൽ അങ്ങനെ പ്രസംഗത്തിൽ ചെയ്യാത്തതാണ്, എങ്കിലും പറയുന്നതിനൊരു മടിയുമില്ല. 1989 ശിവരാത്രി ദിവസമാണ് നമ്മൾ സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. അപ്പോൾ ആ വർഷം ആശ്രമത്തിൽ, അതായത് മാധവാനന്ദ ആശ്രമത്തിൽ ഏപ്രിൽ മെയ് കാലയളവിൽ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ചടങ്ങ് ഡോക്ടർ ഭഗവതി പ്രസാദ് പണ്ഡിതയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭാഗവത സപ്താഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വാമിജി, പൂജ്യ സ്വാമിജി നമ്മളോട് പറഞ്ഞു, ചിദാനന്ദജി, എന്തായാലും നിങ്ങൾ സന്യാസമൊക്കെ സ്വീകരിച്ചതല്ലേ? അപ്പോൾ സന്യാസം സ്വീകരിച്ച് ആശ്രമത്തിൽ തിരിച്ചു വന്നതാണ്. ആശ്രമത്താണ് പോയി സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. അപ്പോൾ മാധവാനന്ദ ആശ്രമത്തിൽ നിന്ന് പോയിട്ട് ഋഷികേശിൽ സ്വീകരിച്ച് തിരിച്ചു വന്നതാണ്. അപ്പോൾ തിരിച്ചു വന്ന ഉടനെ സ്വാമിജി പറഞ്ഞു, എന്തായാലും ചിദാനന്ദജി സന്യാസമൊക്കെ സ്വീകരിച്ച് വന്നതല്ലേ, കാശികാനന്ദ സ്വാമിയെ ഒന്ന് നമസ്കരിച്ച് വന്നോളൂ. വലിയൊരു സന്തോഷം, അത്ര തന്നെ ഭയവും രണ്ടുമുണ്ട്. കാരണം കാശികാനന്ദ സ്വാമിയെപ്പോലെ ഒരു വിദ്വത് വരിഷ്ഠനെ പോയി കാണുക, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യം തന്നെ. കാരണം കാശികാനന്ദഗിരി സ്വാമി ആരാ? സർവശാസ്ത്ര പാരംഗതനാണ്. ഭാരതത്തിൽ ഒരിക്കലും നമ്മൾ വിദ്വത്തെ തൂക്കാൻ പാടില്ല, അളക്കാൻ പാടില്ല. ഒരാളുടെ വിദ്വത്ത് എത്രയാണെന്ന് പുറത്തൊരാൾക്കറിയില്ല. എങ്കിലും പ്രസിദ്ധന്മാരുടെ ഇടയ്ക്ക് നമുക്ക് പറയാമല്ലോ, പ്രസിദ്ധന്മാരുടെ ഇടയ്ക്ക് ഇത്ര സർവശാസ്ത്രങ്ങളിലും പാരംഗതനായൊരു വ്യക്തി വേറൊരാളുടെ പേര് തോന്നണില്ല പറയാൻ. എൻ്റെ ഒരു ദൃഷ്ടാന്തത്തിനൊന്ന് മാത്രം പറയട്ടെ. സമ്പൂർണ്ണാനന്ദ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ആചാര്യ MA പരീക്ഷയ്ക്ക് എഴുതിയ ഉത്തരക്കടലാസുകൾ ഇന്നും റെഫറൻസിന് വെച്ചിരിക്കുക. അവിടെ റെഫറൻസ് ആണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഴുവൻ പദ്യത്തിലാണ് മറുപടികൾ, പദ്യമയമായിട്ടാണ് മറുപടി എല്ലാം. ഇനി അതിൽ കവിഞ്ഞൊരു പോയിന്റ് എഴുതാനില്ല. ന്യായത്തിലോ വൈശേഷികത്തിലോ വേദാന്തത്തിലോ പൂർവമീമാംസയിലോ സാഖ്യത്തിലോ യോഗത്തിലോ പാണിനീയത്തിലോ. അതുകൊണ്ടത് റെഫറൻസായി വെച്ചത്. ആ സമാനമായ ചോദ്യത്തിന് അതിൽ കവിഞ്ഞ് ഉത്തരം എഴുതാനില്ല. അങ്ങനെയുള്ള വിദ്വത് വരിഷ്ഠനാണ്. അതാണ് സന്തോഷം. മാത്രമല്ല ആചാര്യ മഹാമണ്ഡലേശ്വരാണ്. പിന്നെന്താ ഒരു ഭയം എന്ന് ചോദിച്ചാൽ, സ്വാമിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു അക്കാലത്ത്. പിന്നെ സ്വാമിജി വളരെ സരളമായ പെരുമാറ്റമായിരുന്നു അവസാന കാലമാകുമ്പോഴത്തേക്ക്. തമാശ പറയാനും ചിരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ ആ കാലത്തെന്ന് പറഞ്ഞാൽ ചിരി പറഞ്ഞത് ഉണ്ടാവില്ല. അടുത്ത ഒരു വിദ്വത്തയുടെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക അതിന്, അതിന് വാക്ക് കിട്ടുന്നില്ല, അതിൻ്റെ ഒരു ചൂട്, ഗൗരവം. അപ്പോൾ ആ ഗൗരവത്തിൻ്റെ ഒരു പരിധിക്കുള്ളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയമാണ്. ഇത് രണ്ടും കൂടിയ സമ്മിശ്ര ഭാവമാണ് ഉണ്ടായത്. ഏതായാലും പോയി സ്വാമിജിയുടെ അടുത്ത് പോയി നമസ്കരിച്ചു, ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ഇപ്പോൾ സ്വാമിജി ഇരുന്ന് കസേരയിലിരിക്കുകയാണ്, മുമ്പിൽ മേശയുണ്ട്. നോക്കി, പേര് ചോദിച്ചു, പരിചയപ്പെട്ടു. എവിടെ നിന്നാണെന്ന് ചോദിച്ചു. മെഹമ്മദാബാദ് മാധവാനന്ദ ആശ്രമത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചു, വിമലാഞ്ചിയുടെ ശിഷ്യനാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമുക്കൊരു ശ്വാസം, ജി പറഞ്ഞല്ലോ, ഏത് വിമലാനന്ദജിയുടെ ശിഷ്യനാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ ജി കേട്ടപ്പോൾ ഒരു സമാധാനമായി. അതെ. ഉടനെ ഒരു ചോദ്യം, ഭഗവാനെ, ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും ആ ഒരു പേടി വരികയാണ്. ചോദ്യം ഇതാണ്, ഞാനൊരു മന്ത്രം പറയാം, അതിൽ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമുണ്ടല്ലോ. ഒന്നാമത്തെ പ്രശ്നം, ഇപ്പം മഹാത്മാക്കൾ ചോദിച്ചാൽ മറുപടി പറഞ്ഞേ മതിയാവും. ചോദിച്ചാൽ അപ്പം മറുപടി പറയണം. ഒരു മഹാത്മാവിൻ്റെ അടുത്ത് നമ്മൾ പോയി ഇരിക്കുമെന്ന് പറഞ്ഞാൽ അന്നേരം ഇരിക്കണം. അന്നേരം ബഹുമാനം കൊണ്ട് നിൽക്കാൻ പാടില്ല. ഇരിക്കുമെന്ന് പറഞ്ഞു പിന്നെ നിന്നാൽ അവമാനിക്കല.
ഇരിക്കുന്നവർ അന്നേരം ഇരിക്കണം. ചോദിച്ചാൽ അറിയുന്നതാണെങ്കിൽ അപ്പം മറുപടി പറയണം, ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയണം. വാ തുറന്ന് സംസാരിക്കണം. ഇതെന്താ ചോദിച്ചത്? മന്ത്രത്തിലെ തെറ്റാ. മന്ത്രത്തിലെ തെറ്റ് പറയാൻ നമ്മളാരാ? സ്വാമിജി ചോദിച്ചാൽ പറയാതിരിക്കുക എങ്ങനെയാണ്? മാത്രമല്ല ആരാ ചോദിക്കണേ? വലിയ പ്രശ്നമായി. സത്യം പറഞ്ഞാൽ കാല് പറിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചോദ്യം, ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഇതാണ് മന്ത്രം. എങ്ങനെയാന്ന് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. നമ്മൾ മറുപടി പറഞ്ഞു, ശ്രീ മായാതത്വമാണ്. അപ്പം മായാതത്വം ചേർന്ന് കഴിഞ്ഞാൽ പരബ്രഹ്മമാവില്ല, അപരബ്രഹ്മമേ ആവൂ. അതുകൊണ്ട് ശ്രീകൃഷ്ണായ അപരബ്രഹ്മണേ നമഃ എന്ന് പറയണം, അല്ലെങ്കിൽ കൃഷ്ണായ പരബ്രഹ്മണേ നമഃ എന്ന് പറയണം. ശ്രീ ഉണ്ടാവാൻ പാടില്ല. കൃഷ്ണായ പരബ്രഹ്മണേ നമഃ ശരിയാ. ശ്രീകൃഷ്ണായ അപരബ്രഹ്മണേ നമഃ ശരിയാ. ഉടനെ സ്വാമിജി എഴുന്നേറ്റ് അലമാരിയിൽ നിന്ന് ദ്വാദശ ദർശന സംഗ്രഹം എന്നുള്ള സ്വാമിജിയുടെ പുസ്തകം എടുത്തിട്ട് ഇരക്കോ എന്നും പറഞ്ഞിട്ട് തന്നു. വലിയൊരു നിധിയായി. അപ്പോഴൊരു അത്ഭുത. കാരണം സ്വാമിജിയുടെ പറ്റി ഒരു കുപ്രസിദ്ധി സന്യാസിമാർക്കിടയ്ക്കുണ്ട്. ഒരു സാധനം ആർക്കും കൊടുക്കില്ല എന്നുള്ളതാണ്. അതാണ് സന്യാസിമാർക്കിടയ്ക്കുള്ളൊരു കുപ്രസിദ്ധി. ഇന്നത് 85 റുപ്യയുടെ ബുക്കാണ് തന്നത്. ഏത് കാലത്ത് 85 രൂപ? 1989 85 രൂപ. വലിയ ബുക്ക് അവിടെ ഉണ്ട്. ഇവിടെ ലൈബ്രറിയിൽ ആ പുസ്തകമാണ് ഉള്ളത്. അപ്പോൾ ഈ പുസ്തകം കിട്ടിയ ഉടനെ നമ്മൾ അത് നോക്കി. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ദണ്ടില്ലാത്ത ഒരു ശങ്കരാചാര്യരുടെ ചിത്രം കാണുന്നത്. അപ്പോൾ ഇത്രയും സംസാരിച്ചത് കൊണ്ടൊരു ധൈര്യം വന്നുവല്ലോ. ആ ധൈര്യം അവലംബിച്ച് സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി ഈ ചിത്രം ഇത് ശങ്കരാചാര്യരെ ഉദ്ദേശിച്ചാണല്ലോ? അതെ. ഹിന്ദിയിലാണേ സംഭാഷണം. സ്വാമിജി ശരീരം കൊണ്ട് മലയാളി ആയിരുന്നെങ്കിലും ഹിന്ദിയും സംസ്കൃതവും മാത്രമേ സംസാരിക്കൂ. മലയാളം പറയില്ല, ഇംഗ്ലീഷ് പറയില്ല, ഹിന്ദിയും സംസ്കൃതവും മാത്രമേ പറയുള്ളൂ. അപ്പോൾ അതെ, അപ്പോൾ ഇതിൽ ദണ്ടില്ലല്ലോ, ദണ്ടില്ലാത്ത ചിത്രം ഞാൻ ആദ്യം കാണുകയാണല്ലോ, എന്താ അതിലൊരു തത്വം എന്താ? ഉടനെ സ്വാമിജി വളരെ ഗൗരവത്തിൽ 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ഉത്തരവും പറഞ്ഞു തന്നിട്ടില്ല. 3 ചോദ്യം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ശങ്കരാചാര്യർ എന്താ മഠാധിപതിയാണോ? രണ്ടാമത്തെ ചോദ്യം, താൻ പൂർവാശ്രമത്തിൽ ബ്രാഹ്മണനാണെന്ന അഭിമാനം പോയിട്ടില്ലേ? മൂന്നാമത്തെ ചോദ്യം, പരമഹംസ പരിവ്രാജകനായിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ഉടനെ അവിടെ നമസ്കരിച്ചു, പോവുകയും ചെയ്തു. കിട്ടേണ്ട കിട്ടി, അവിടുന്ന് പോയി. ഇത് ഈ മഠാധിപതി എന്ന് പറയുമ്പോൾ ശങ്കരപീഠത്തിൻ്റെ അധിപതികൾക്ക് അതിൻ്റെ സ്ഥാനചിഹ്നമായിട്ട് ദണ്ഡമാവട്ടെ. ഇതിനൊരു സൂചകം കൂടി പറഞ്ഞുതരാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ചി കാമകോടി മഠാധിപതിയായിരുന്ന പരമപൂജ്യ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ മഠം ഉപേക്ഷിച്ചു പോയി. രാവിലെ നോക്കുമ്പോൾ സ്വാമിയില്ല. അന്വേഷണമായി, ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടുകളായി, ഊഹാപോഹങ്ങളായി, എന്തൊക്കെ ചർച്ചകളായിരുന്നു അക്കാലത്ത്. എത്ര പേര് ഓർമ്മിക്കുന്നുണ്ടെന്നറിയില്ല. പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സ്വാമിജി തലക്കാവേരിയിൽ ഉണ്ട്, അവിടെയാണ് സ്വാമിജി നിവസിക്കുന്നത് എന്നുള്ള അറിവ് കിട്ടി. പിന്നീട് പെരിയോരുടെ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളുടെ നിർദ്ദേശമനുസരിച്ച് സ്വാമിജി വീണ്ടും മഠാധിപത്യം പുനഃ സ്വീകരിച്ചു. ഇതെന്തിനാ ഇവിടെ പറഞ്ഞു വെച്ചാൽ, ആ സന്ദർഭത്തിൽ സ്വാമിജി ദണ്ഡം മഠാധിപതിയുടെ പീഠത്തിൽ വെച്ചിട്ടാണ് പോയത്, ദണ്ഡെടുക്കാണ്ടാണ് പോയത്. അപ്പോൾ അവിടെ ദണ്ഡം എന്നുള്ളത് പീഠാധിപത്യത്തിൻ്റെ ചിഹ്നമാണ്. അത് ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ള മട്ടിലാണ് പോയത്. പിന്നെ ഗുരുനാഥൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് അത് വീണ്ടും സ്വീകരിക്കുക ചെയ്തത്. അപ്പോൾ ശങ്കരാചാര്യർ മഠാധിപതി ആയിരുന്നില്ല, തൻ്റെ ശിഷ്യന്മാരെയാണ് ഇരുത്തിയത്. ഇതാണ് ആ വിഷയം. രണ്ടാമത്തെ വിഷയം,
താൻ പൂർവാശ്രമത്തിൽ ബ്രാഹ്മണനായിരുന്നു എന്ന അഭിമാനം ഉപേക്ഷിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. അത് സ്വയം ഉത്തരം തരുന്ന ചോദ്യമാണ്. അവിടെ ജാതി, സമുദായം, വർണ്ണം, വർഗം, ലിംഗം ഒരഭിമാനവും അവിടത്തേക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. സ്വയം പരമഹംസ ദീക്ഷ ഇല്ലേ എന്ന് ചോദിച്ചാൽ പരമഹംസ പരിവ്രാജകനാണെന്നുള്ളതിലും സന്ദേഹമില്ല. അതുകൊണ്ട് ആദിശങ്കരാചാര്യസ്വാമികൾക്ക് ദണ്ഡ് ഉണ്ടാവാൻ സാധ്യത ഇല്ല. എന്നാൽ ദണ്ഡം ധരിക്കുന്നവർ മോശക്കാരാണെന്നോ മികച്ചവരാണെന്നോ രണ്ടും പറയരുത്. അതാണ് നേരത്തെ പറഞ്ഞത്. അനേക പരമ്പരകളും വിധാനങ്ങളും ഗുരുപദേശ പ്രകാരങ്ങളും ഒക്കെ സന്യാസത്തിലുണ്ട്. ഓരോരുത്തരും എന്താണോ അവനവൻ്റെ ഗുരുനാഥൻ കൽപ്പിച്ച് തുടർന്ന് പോരുന്നത് അത് പരിപാലിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മേലെയോ താഴെയോ അല്ല എന്നുള്ള ഭാവന നമുക്കുണ്ടായിരിക്കണം. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. വളരെ പ്രധാനമാണ്. ഈ വിഷയം പറയുമ്പോൾ ഭാരതത്തിൽ കഴിഞ്ഞ എന്ന് പറയുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എന്നൊക്കെ പറയണം, തലമുറയിലുള്ള ഏറ്റവും വലിയ 2 വിദ്വത് വരിഷ്ഠന്മാരുടെ പേരുകൾ പറയാം. ഒന്ന് കരപാത്രിജി, 2 മഹേശാനന്ദഗിരി സ്വാമികൾ. മഹേശാനന്ദഗിരി സ്വാമികളുടെ ശിഷ്യനാണ് കാശികാനന്ദഗിരി സ്വാമികൾ. ഈ 2 പേരും തമ്മിൽ വലിയൊരു വാദം നടന്നിരുന്നു. വലിയ വാദം. അവർ വലിയ സ്നേഹിതരാണ്, വലിയ വിദ്വാൻമാരാണ്. അവരെ കവിച്ചു വെക്കാനുള്ള വിദ്വാൻമാർ ആ കാലഘട്ടത്തിലില്ല. കരപാത്രിജി നിശ്ചയമായും ശങ്കരാചാര്യർക്ക് ദണ്ഡുണ്ടാവും എന്നുള്ള പക്ഷമാണ്. ഒരു കാരണവശാലും ദണ്ഡുണ്ടാവില്ല എന്നുള്ള പക്ഷമാണ് മഹേശാനന്ദഗിരി സ്വാമിക്ക്. വാദം വളരെ ദീർഘിച്ചു. 2 പേരും അവരവരുടെ പക്ഷവുമായിട്ട് പിരിയുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഈ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറക്കുന്ന ചിത്രങ്ങളിൽ ദണ്ഡെടുത്ത് മാറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ പ്രസിദ്ധമായ ചിത്രം എങ്ങനെ വന്നു, എങ്ങനെ ഈ ദണ്ഡ് വന്നു, അതുകൂടി നമുക്കൊന്ന് ആലോചിക്കാം. ശങ്കരാചാര്യസ്വാമികളുടെ ചിത്രങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് വരയ്ക്കാൻ തുടങ്ങിയത് നമുക്കറിയില്ല. അതിപ്രാചീന ചുമർചിത്രങ്ങളൊന്നും ലഭ്യങ്ങളല്ല. പിന്നീട് അച്ചടിവിദ്യ പ്രചരിതമായതിന് ശേഷമുള്ള ചിത്രങ്ങളേ ഉള്ളൂ. അതിൽ ഉത്തരഭാരതത്തിൽ പ്രചരിതങ്ങളായ പല ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ ദക്ഷിണ ഭാരതത്തിലും പ്രചരിതങ്ങളായ ചിത്രങ്ങളുണ്ടായിരുന്നു. ദക്ഷിണ ഭാരതത്തിൽ കാഞ്ചി കേന്ദ്രമായിട്ടാണ് ഏറെ ചിത്രങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നത്. പിന്നീട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ രാജാ രവിവർമ്മയാണ് ശങ്കരാചാര്യരുടെ ജനഹൃദയങ്ങളിൽ പ്രവേശിച്ച ചിത്രം വരച്ചത്. രാജാ രവിവർമ്മ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് പ്രതിഷ്ഠിതാവും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ലക്ഷ്മി ഭഗവതി എന്ന് വിളിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആരാ വരണേ? ആരാ? ഈ കൂട്ടത്തിലുള്ളവർ ഒന്ന് കണ്ണുപൂട്ടി ഭഗവതി ലക്ഷ്മി എന്നൊന്ന് വിളിച്ചു നോക്കൂ. ഏത് ചിത്ര മനസ്സിൽ വരുന്നത്? രവിവർമ്മയുടെ ചിത്ര. അപ്പോൾ രവിവർമ്മയ്ക്ക് മുമ്പ് ലക്ഷ്മി ഇല്ലേ? ലക്ഷ്മിയുണ്ട്. പക്ഷേ രവിവർമ്മയ്ക്ക് സമൂർത്തമായി ഹൃദയത്തിൽ പ്രവേശിച്ച ചിത്രം കൊടുത്തത് രവിവർമ്മയാണ്. ഇനി അടുത്ത് സരസ്വതി എന്നൊന്ന് വിളിച്ചു നോക്കൂ, അപ്പോഴും വരിക രവിവർമ്മ ചിത്രമാണ്. ഇതിൽ ലക്ഷ്മി ഒരു പൂനക്കാരി സ്ത്രീയാണെന്ന് പറഞ്ഞാൽ സംഗതി ശരിയാവുക? പൂനെയിലുള്ള ഒരു യുവതിയെ മുന്നിലിരുത്തിയിട്ട് ആ മോഡലിലാണ് രവിവർമ്മ ലക്ഷ്മിയും സരസ്വതിയൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പോഴോ? കാരണം തൻ്റെ മനസ്സിൽ ഉള്ള ലക്ഷ്മി അവിടെ കണ്ടു. ഒരു പൂനെയിലുള്ളൊരു സ്ത്രീ, ഒരു സുന്ദരിയായ ഒരു സ്ത്രീ, ഇതിൽ പരം വയ്യ ഒരു സൗന്ദര്യം എന്നുള്ള രൂപത്തിൽ കണ്ടുമുട്ടി മോഡലായി സ്വീകരിച്ചു, വരച്ചു. ഇപ്പോൾ ശങ്കരാചാര്യരുടെ ചിത്രവും രവിവർമ്മ വരച്ചതാണ് പ്രചാരത്തിലുള്ളത്. നൂറ്റാണ്ട് എത്ര കഴിഞ്ഞു? എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഈ ചിത്രം വന്നിട്ടുള്ളത്. അപ്പോൾ ശങ്കരാചാര്യൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലൊക്കെ വരിക മഠാധിപതി ശങ്കരാചാര്യന്മാരാണ്. രവിവർമ്മയുടെ മനസ്സിലും അത് തന്നെയാണ് വരിക. അതുകൊണ്ട് ദണ്ഡ് ആവശ്യമാണ്. ഇതാണ്
ഉടനെ ഇതിന് പൂർവപക്ഷം പറയാം, സ്വാമി വിഡ്ഢിത്തം പറയരുത്. ചിത്രകാരന്മാർ വെറുതെ വരയ്ക്കുന്നതല്ല ചിത്രം, അത് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ശങ്കരാചാര്യരെക്കുറിച്ച് നമുക്ക് ആധികാരികമായി ലഭിക്കുന്നത് ശങ്കര ദിഗ്വിജയങ്ങളാണ്. ശങ്കര ദിഗ്വിജയങ്ങളിലൊക്കെ തന്നെ ശങ്കരാചാര്യർക്ക് ദണ്ടുണ്ട്. അപ്പോഴോ ചോദ്യം ശരിയാണ്, ദിഗ്വിജയങ്ങളിൽ ശങ്കരാചാര്യർക്ക് ദണ്ടുണ്ട്. എന്നാൽ ദിഗ്വിജയങ്ങളിൽ ഏറ്റവും പ്രാമാണികമായത് വിദ്യാരണ്യ സ്വാമികളുടെ ദിഗ്വിജയമാണ്. വിദ്യാരണ്യ സ്വാമികൾ ഭഗവാൻ ഭാഷ്യകാരൻ്റെ കാലം കഴിഞ്ഞ് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ആളാണ്. എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് വിദ്യാരണ്യ സ്വാമികളുടെ ആവിർഭാവം. അത് ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് ഭാഷ്യങ്ങളിലൂടെ കാണുന്ന ഒരു ശങ്കരാചാര്യരുണ്ട്, അതിൽ കവിഞ്ഞൊരു ശങ്കരാചാര്യനെ നമുക്ക് അറിയില്ല. സന്തോഷം ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു പക്ഷം വരുന്നത് ഈ ശങ്കര മഠങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാമി, അപ്പോൾ മഠങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടുമോ ഈ ദണ്ടില്ലാത്ത ചിത്രം വെച്ചാൽ? അപ്പോൾ എന്ത് ചെയ്യാനാ? അങ്ങനെയാണെന്ന് വെച്ചാൽ സന്യാസിമാരുടെ കൂട്ടത്തിൽ പരമപ്രാമാണികന്മാരായിട്ട് 100 കണക്കിന് മഹാമണ്ഡലേശ്വരന്മാരും ആചാര്യ മഹാമണ്ഡലേശ്വരന്മാരും ഉണ്ട്. ആരും ദണ്ടില്ല. ദണ്ടുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഭൂരിഭാഗവും ദണ്ടില്ലാത്തവരാണ്. ഭൂരിഭാഗവും. അതുകൊണ്ട് ഇതൊരു വിവാദാസ്പദമായ വിഷയമാണ്. ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഭാഷ്യങ്ങളിലൂടെ ഒരു ശങ്കരാചാര്യരെ കാണുന്നു, പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ ഒരു ശങ്കരാചാര്യരെ കാണുന്നു. അത് കഴിഞ്ഞേ മറ്റെന്തിലൂടെയും കാണുന്നുള്ളൂ. ഇത് ഇത്രയൊക്കെ പറഞ്ഞാലും വിവാദാസ്പദമാണെന്നറിയാം.